ശബരിമല യാത്രയിൽ ഉടനീളം ഭക്തർ വിഘ്നവിനാശകനായ ഗണപതി ഭഗവാന്റെ അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നത്. ശബരിമല സന്നിധാനത്ത് അയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠയ്ക്ക് തെക്കു പടിഞ്ഞാറേ മൂലയിൽ കന്നിമൂലയിൽ ഗണപതി ഭഗവാനുണ്ട്. വിഘ്നേശ്വരനായ ഗണേശന്റെ തത്വം ഏവർക്കും അനുഗ്രഹമേകുന്നതാണ്. ഗണാനാം പതി ഗണപതി, സർവ്വദേവഗണങ്ങളുടെയും പതിയാണ് ഗണപതി. എണ്ണാൻ കഴിയുന്നതെല്ലാം രണ്ടാമതൊന്നാണ്. പഞ്ചഭൂതങ്ങളിൽ പെടുന്നതുമാണ്. അതുകൊണ്ട് പഞ്ചഭൂതങ്ങളുടെയെല്ലാം അധിപതിയാണ് ഗണപതി എന്ന് പറയുന്നു. ശബരിമല സന്നിധാനത്തെ ഹോമകുണ്ഡം കത്തിജ്വലിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു അപൂർവ ചൈതന്യ സ്ഥാനമാണ്. നെയ്യഭിഷേകം നടത്തിയ ശേഷം ഭക്തർ നെയ്ത്തേങ്ങയിലെ ഒരു മുറി ഈ ഹോമകുണ്ഡത്തിൽ സമർപ്പിക്കുന്നു. ഗണപതിയുടെ സ്വരൂപത്തെക്കുറിച്ച് ശാസ്ത്രം ഇങ്ങനെ പറയുന്നു: ഈ ജഗത്തെല്ലാം ദൈവസ്വരൂപമായ ഗജമുഖനിൽ നിന്നുണ്ടാകുന്നു. അതിൽ തന്നെ സ്ഥിതി ചെയ്യുകയും വിലയം പ്രാപിക്കുകയും ചെയ്യുന്നു. അല്ലയോ ഗണേശ, അങ്ങു തന്നെയാണ് സകല ഭൂതങ്ങളിലും അന്തര്യാമിയായി സ്ഥിതി ചെയ്യുന്നത്. ഗുണത്രയാതീതനും കാലത്രയാതീതനും ദേഹത്രയാതീതനുമായ അല്ലയോ ഗണപതേ, അങ്ങ് അരൂപചേതനയാണ്. പമ്പയിൽ കുളിച്ച് പമ്പാ ഗണപതിയെ വന്ദിച്ച ശേഷമാണ് അയ്യപ്പ ഭക്തന്മാർ നീലിമല കയറ്റം ആരംഭിക്കുന്നത്. വിഘ്നവിനാശകനായ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം മലയാത്രയിലുടനീളം ക്ലേശങ്ങൾ അകറ്റുകയും യാത്ര സുഗമമാക്കുകയും ചെയ്യുന്നു എന്നാണ് ഭക്തജന വിശ്വാസം. ആദിഹേതുവായ ബ്രഹ്മസ്വരൂപം തന്നെയാണ് ഗണപതി. സർവ വിഷയാനുഭവങ്ങൾക്കും ആദിയിലേക്കുള്ള വിഷയരഹിതമായ ചേതന തന്നെയാണ് തൻ്റെ സ്വരൂപം എന്നറിയുന്നവന് സകല വിഘ്നങ്ങളും ജീവിതത്തിൽ ഇല്ലാതാകുന്നു. Presented by Chaikari, Kazhakkottam, near Infosys, Thiruvananthapuram. Chai, 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 chai,